പിന്നെ വന്നേക്കുന്നത് റങ്ങ് ഏതാണെന്ന് വെച്ചാൽ എന്നെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാർക്ക് കള്ളത്തരങ്ങളുള്ളതുകൊണ്ടാണ് പമ്മി പതുങ്ങി നിൽക്കുന്നത്. നമുക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ എന്തിനാ? കള്ളത്തരം ഇല്ലെങ്കിൽ എന്താടാ അങ്ങോട്ട് നീങ്ങി നിന്നാൽ? എന്നെ ആരാണ്ട് കടിക്കാൻ വരുന്നു? എടാ നീ പെണ്ണുങ്ങളെ കൊണ്ട് കഥകളുണ്ടാക്കി തിന്നുന്നോടാ? എടാ എന്തോ കഥയാടാ നീ ഉണ്ടാക്കുന്നത്? നിൻ്റെ അമ്മയെ കൊണ്ട് കഥ ഉണ്ടാക്ക്. അവളല്ലേ ഉടുത്തൊരുങ്ങി രാവിലെ എത്തുന്ന ആണുങ്ങളുടെ കൂടെ കുഴയാൻ. ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകടാ. നിൻ്റെ അമ്മയല്ലേ രാവിലെ ഉടുത്തൊരുങ്ങി വരുന്നേ കുഴയാൻ? എടാ 10ാം ക്ലാസ്സിലും എല്ലാം തോറ്റ് നടന്നത് നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയുടെ ചേട്ടത്തിയൊക്കെയാണ്. നീയും ഇങ്ങനെ നടക്കൂല്ലയോ? കണ്ട പെണ്ണുങ്ങളെക്കുറിച്ച് നീ കഥയുണ്ടാക്കുന്നവൻ. എങ്ങാണ്ട് തേർഡ് റേറ്റ് തെമ്മാടി. മുട്ടേന്ന് വിരിഞ്ഞില്ല അവൻ പെണ്ണുങ്ങളെക്കുറിച്ച് വിചാരക്കഥ ഉണ്ടാക്കാൻ അമ്മയും മക്കളും കൂടെ ഇറങ്ങിയിരിക്കുക. നാണോ മാനോ ഇല്ലാത്തവന്മാർ. എന്തായാലും കൊള്ളാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളൊക്കെ നല്ലതാണ്. എന്തായാലും മക്കൾക്കേ 18 വയസ്സ് കാണുമായിരിക്കും ഇവന്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠം എന്തായാലും നല്ലതാണ്. മറ്റവൻ ഇങ്ങനെ നാട്ടുകാരെല്ലാം കേൾക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊച്ചു പിള്ളേരുണ്ട്. അവരൊക്കെ കേൾക്കുക അനാവശ്യം തന്നെ വിളിച്ചു പോകുന്നത്. ഒരു കണിയാനെന്ന് പറയുന്നവൻ ഇങ്ങനെ നടക്കുക. നാണോ മാനോ ഇല്ലാത്ത കുറേ അവന്മാർ അമ്മയും മക്കളും എല്ലാം കൂടി ഇങ്ങനെ വിചാരക്കഥ ഉണ്ടാക്കി നടക്കുക. അപ്പൻ അതിനെക്കാട്ടി വലിയൊരു വിചാരിയാണ്. കുറേ എണ്ണത്തിനെ പിടിച്ചതാണ്. ഇങ്ങനെ ഒത്തിരി എണ്ണത്തിനെ എന്തുവാ പട്ടാളക്കാരൻ്റെ ഭാര്യയും ഒക്കെ ഒത്തിരി പിടിച്ചിങ്ങനെ നടന്നതാണ്. അവൻ്റെ അപ്പൻ വീരേന്ദ്ര സിംഗ്. ഇപ്പം പേരെല്ലാം മാറ്റി കള്ളന്, അതിൻ്റെ അപ്പുറത്തെ കള്ളനവൻ. ഇങ്ങനെ നടക്കുക കുറേ എണ്ണം. നമ്മളെ തോന്നിയാസം വിളിക്കുക കുറേ എണ്ണങ്ങൾ. നിനക്ക് ആരാന്നറിയത്തില്ല. നമുക്കുള്ളതായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ പോലും ഒരെണ്ണം കയറിയതല്ലോ. എൻ്റെ അച്ഛൻ്റെ മുഖം പോലും കയറി കണ്ടവന്മാരല്ലേ ഇവന്മാർ. സോമരാജനും കോമരാജനും ഒന്നും എന്നൊക്കെ വാങ്ങി നോക്കി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടേ ഉള്ളൂ. നടക്കുക ഇങ്ങനെ പല രീതിയിൽ. പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനും പീഡനമായി ജോലി. പെണ്ണുങ്ങളെ പീഡിപ്പിക്കല്ല ജോലി. പല രീതിയിൽ ഗ്യാങ് സ്റ്റോക്കിങ്ങും പല സ്റ്റോക്കിങ്ങുമായിട്ട് നടക്കുക. പമ്മി നിൽക്കുക അവൻ. പമ്മി നിൽക്കുക. ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ബൈക്ക് ഉണ്ട്. ഈ ബൈക്ക് നമ്മുടെ വീട്ടിലൊന്നുമല്ല. ഇത് നമ്മുടെ വീട്ടിൽ കണ്ടവൻ്റെ ബൈക്കൊന്നും കയറ്റി വെച്ചിട്ടില്ല. ഒരവൻ്റെയും ബൈക്ക് കയറ്റി വെച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ. സമയം 6 മണിയായി. നമ്മൾ കണ്ടവനെയൊന്നും പിടിച്ച് കയറ്റി വെച്ചിട്ടില്ല. നമുക്കെല്ലാം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് വിളിച്ചു പോകുന്നുണ്ട്. എന്തോ പിടിച്ചവൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലയോ? ആണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്.